നമ്മൾ ഭഗവാനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കർമ്മഫലം നമുക്ക് തന്നെ ഉള്ളതാണ് അല്ലേ? അപ്പൊ പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമുക്കുള്ളത് നമുക്ക് വരില്ലേ, പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? അപ്പൊ ത്യാഗരാജ സ്വാമി പറയുന്നത് കർമ്മബന്ധനാബ്ധി നാവമേ. ഈ കർമ്മബന്ധങ്ങൾ അല്ലെ, ഏതൊക്കെ ആക്ഷൻസിന്റെ ബാക്കിയാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത്, എന്തൊക്കെ നമ്മൾ ചെയ്തതിന്റെ ബാക്കിയാണ് നമ്മൾ അനുഭവിക്കുന്നത്, നമുക്ക് പോലും അറിയില്ല. പക്ഷെ അത് ഭഗവാൻ അറിയുന്നു. ഭഗവത്ഗീതയിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും അർജുനന്റെ അടുത്ത്, ബഹൂനി മേ വ്യതീതാനി ജന്മാനി അർജുന എന്ന് പറയും. അപ്പോൾ കുറേ ജന്മങ്ങൾ നിനക്കും എനിക്കും കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ നിനക്ക് അതിന്റെ ഒന്നും ഓർമ്മകൾ, അതിന്റെ ഒന്നും സ്മരണ നിനക്കില്ല, പക്ഷെ എനിക്കുണ്ട്. സോ ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ ആൻഡ് വൈ യു ആർ ഗോയിങ് ത്രൂ, ബട്ട് യു ഡോണ്ട് നോ. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കർമ്മബന്ധങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ കൺട്രോൾ നിൽക്കാത്തതായതുകൊണ്ട് ഭഗവാനെ സ്മരിച്ചാൽ നമുക്കതൊക്കെ നേരിടാനുള്ള മനക്കരുത്ത് കിട്ടും അല്ലേ? കർമ്മബന്ധ ജ്വലനാബ്ധി നാവമേ. നാവം എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ട് അല്ലേ? കർമ്മബന്ധങ്ങളെ അതായത് ബോട്ടിൽ നമ്മൾ എന്താണ്, ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് എത്തിക്കാനല്ലേ ബോട്ട്. അപ്പൊ അതിന്റെ എല്ലാം നമ്മളെ കരകയറ്റുന്ന നാവമാണ്, ബോട്ടാണ്. എന്ത്? കഥ സുധ രസ കൃതിയുണ്ട്, രാമകഥ സുധാരസ പാൻമ, ഈ കൃതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൃതികൾ ദേ ആർ നോട്ട് ജസ്റ്റ് മ്യൂസിക് ലെസൺസ്, ദേ ആർ ലൈഫ് ലെസൺസ് ത്രൂ മ്യൂസിക് ലെസൺസ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ സംഗീതം മാത്രമേ ഉള്ളൂ, കുറെ രാഗവും സ്വരവും മാത്രമാണ് സംഗീതം എന്ന് വിചാരിക്കരുത്. സംഗീതത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഇങ്ങനത്തെ കുറേ വശങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ സാഹിത്യം ഇമ്പോർട്ടൻ്റ് ആണ്, സംഗീതവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ കൃതികളൊക്കെ രചിച്ചവരെ മാനിക്കുക അല്ലെങ്കിൽ അവരുടെ ഭക്തിയെയും കൂടെ മാനിക്കുക എന്ന് പറയുന്നത് അതൊരു മിനിമം ഡീസൻസിയാണ് അല്ലേ?